അമേരിക്കയുടെ വജ്രായുധമാണ് B-2 വിമാനങ്ങൾ. അത് പല ഇടങ്ങളിലും എത്തി ബോംബിംഗ് നടത്തി തിരിച്ചു വരുന്നത് നാം പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇറാനിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ചില വിമാനങ്ങൾ തിരിച്ചെത്തിയിട്ടില്ലല്ലോ. എന്ത് സംഭവിച്ചു? ഈ B-2 എന്ന് പറയുന്ന സ്റ്റെൽത്ത് ബോംബറുകളാണ്. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറന്ന് ചെന്ന് ബോംബിംഗ് നടത്താൻ കഴിയുന്ന വിമാനങ്ങളാണ്, പോർവിമാനങ്ങളാണ്. എന്ന് മാത്രമല്ല, ഇത് ഈ വലിയ ബങ്കറുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. വളരെ ഈ ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി, ആഴത്തിൽ തുരങ്കങ്ങൾ 50ഉം 100ഉം മീറ്ററുകൾ ആഴത്തിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി അവിടെയൊക്കെ ആണവ നിലയങ്ങൾ എപ്പോഴും ഭൂമിക്കടിയിലായിരിക്കും. അങ്ങനെയുള്ള ആണവ നിലയങ്ങൾ ആക്രമിക്കാനും ഈ ബങ്കറുകൾ ആക്രമിക്കാനും ഒക്കെയാണ് ഈ B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെ ബോംബ് ഈ പറയുന്നത് പോലെ ഈ തുരങ്കങ്ങൾക്കുള്ളിലേക്ക് ചെന്ന് പൊട്ടിത്തെറിക്കാൻ കഴിവുള്ള ബോംബുകളാണ് ഈ വിമാനത്തിൽ ഉള്ളത്. വിമാനം വിക്ഷേപിക്കുന്നത് അങ്ങനത്തെ ബോംബുകളാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക നശിപ്പിച്ചത്. നദാൻസ് തുടങ്ങിയ 3 ആണവ കേന്ദ്രങ്ങൾ. ആ ആക്രമണം അത് നശിപ്പിച്ചതോടുകൂടി അമേരിക്ക ഏകപക്ഷീയമായിട്ട് അങ്ങ് വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചു. ഇറാൻ അവസാനം അമേരിക്കയ്ക്ക് വഴങ്ങുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഈ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോയ വിമാനങ്ങളിൽ ചിലത് മടങ്ങിയെത്തിയിട്ടില്ല എന്നാണ്. കഴിഞ്ഞ ദിവസവും നമ്മളിത് സംബന്ധിച്ചൊരു ചർച്ച നടത്തിയിരുന്നു. അന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങളനുസരിച്ച് ഇവർ ഈ 2 ദിക്കിലേക്ക്, അതായത് ഈ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ജൂൺ 21-ന് മിസൗറിയിലെ വൈറ്റ്മാൻ വ്യോമതാവളത്തിൽ നിന്ന് 2 ബാച്ചുകളായിട്ടാണ് പുറപ്പെട്ടത്. അത് 7 എണ്ണം അടങ്ങുന്ന ആദ്യ സംഘം ഇറാനെ ലക്ഷ്യമാക്കി കിഴക്കോട്ടും, 2ാം സംഘം ഇറാനെ കബളിപ്പിക്കുന്നതിനായി പസഫിക് സമുദ്രം ലക്ഷ്യമാക്കി പടിഞ്ഞാറോട്ടും പറന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ശരിക്കും 7 വിമാനങ്ങൾ വെച്ചാണ് പറന്നത്. അതിൽ ഈ കിഴക്കോട്ട് പോയ ഇറാനെ ആക്രമിച്ച വിമാനങ്ങളെല്ലാം മടങ്ങിയെത്തിയെന്നും, പടിഞ്ഞാറോട്ട് പോയ ഇറാനെ കബളിപ്പിക്കാൻ പോയ വിമാനങ്ങൾ ചിലത് മടങ്ങിയെത്തിയില്ല എന്നുമാണ് നമുക്ക് ലഭിച്ച വിവരം. അതിൽ ഒരു വിമാനം ഹവായ് വ്യോമതാവളത്തിൽ ഇറങ്ങിയെന്നും അവിടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് അവിടെ വ്യോമതാവളത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നുമാണ്, അല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണെന്നുമാണ് നമുക്ക് ലഭിച്ച വിവരം. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇറാനെ കബളിപ്പിക്കാൻ പോയ B-2 വിമാനങ്ങൾ ഈ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടാകുമെന്ന് കരുതി ഇറാൻ അവയ്ക്ക് നേരെ മിസൈലുകൾ അയച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പ്രതിരോധ മിസൈലുകൾ ഇതിലെ ഏതൊക്കെയോ വിമാനങ്ങളെ തകർത്തു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഒരു വിമാനം ഈ ഹവായ് വ്യോമതാവളത്തിലുണ്ട്. അത് അറ്റകുറ്റപ്പണിക്കാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നതെന്നും പറയുന്നു. അപ്പോൾ ഒരു പക്ഷേ മറ്റൊരു വാർത്തയും ഉണ്ടല്ലോ, യമനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭീകരവാദികളെ അമർച്ച ചെയ്യാനായി ചിലപ്പോൾ ഈ അതിലേക്ക് വരാൻ. അപ്പോൾ ഇവിടെ ഈ ഹവായ് ഇതിൽ നിർത്തിയിട്ടിരിക്കുന്ന വിമാനം ഔദ്യോഗികമായി തന്നെ അമേരിക്ക പറയുന്നു അതിന് കേടുപാടുകളുണ്ട്, അറ്റകുറ്റപ്പണിക്കാണ് അവിടെ ഇറക്കിയത് എന്ന് പറയുന്നു. ഇതിലാണ് ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അവിടുന്ന് പടിഞ്ഞാറ് ദിക്കിലേക്ക് പൊങ്ങിയ വിമാനങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഈ കേടുപാട് സംഭവിക്കുക? എന്താണ് അതിൻ്റെ ഇത്രയും പെട്ടെന്നൊരു അറ്റകുറ്റപ്പണി വരേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഒന്നുകിൽ ആ വിമാനങ്ങൾ ഇറാൻ പ്രതിരോധ മിസൈലുകൾ അയച്ച് അതിനെ ആക്രമിച്ചിട്ടുണ്ടാകാം, അതിൽ അവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ യമനിലെ ഹൂതികളെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയുമാകാം. അതിൻ്റെ ഒരു മറയായിട്ട്, അതായത് ഇറാനെ ആക്രമിക്കാൻ പോകുന്നു, അങ്ങനെ ഇറാനെ കബളിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പ്രതിരോധ മിസൈലുകൾ അയച്ച് വിമാനത്തിന് കേടുപാടുണ്ടായി, അതുകൊണ്ട് ഞങ്ങളിത് ഇവിടെ ഇറക്കി നിർത്തിയിരിക്കുകയാണ്, ഇവിടെ ലാൻഡ് ചെയ്തിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നതാകാം. സമയമാകുമ്പോൾ അവിടുന്ന് അത് പറന്നു പൊങ്ങി യമനിൽ എത്തി ഹൂതികളെ ആക്രമിച്ച് തകർക്കാനായിരിക്കാം അമേരിക്കയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇറാൻ്റെ പ്രതിരോധ മിസൈലുകൾ ഉപയോഗിച്ചപ്പോൾ ഈ വിമാനങ്ങൾക്ക് കേട് സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് അത് അടിയന്തരമായിട്ട് ഈ ഹവായ് വ്യോമതാവളത്തിൽ ഇറക്കി അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇത് രണ്ടായാലും ഈ അമേരിക്കയെ നമുക്ക് ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ആ കാര്യം ചെയ്തു കഴിഞ്ഞ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ അവർക്ക് ഈ പറഞ്ഞതുപോലെ യമനെ ആക്രമിക്കാനുള്ള, യമനിലെ ഹൂതികളെ, ഈ യമൻ
എന്ന് പറയുന്നത് നമുക്കറിയാം. അതൊരു വളരെ വിസ്തൃതമായ പ്രദേശത്ത് 2 ഭാഗങ്ങളായിട്ടാണ്. അതായത് ഒന്ന്, അവിടെ ഒരു സ്വാഭാവികമായ ഗവൺമെൻറ് ഉണ്ട്. അതല്ലാതെ ഈ ഹൂതികളുടെ നിയന്ത്രണത്തിൽ വരുന്ന പ്രദേശമുണ്ട്, തീവ്രവാദികളുടെ ഭരണത്തിൽ വരുന്ന, അവിടെ അവരുടെ നിയമമാണ്. അവിടെ ആ പ്രദേശം ആക്രമിക്കാനായിരിക്കാം അമേരിക്ക ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഹിസ്ബുള്ളയെയും ഹമാസിനെയും പോലെ ഇസ്രായേലിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു തീവ്രവാദ സംഘടനയും ഒരു വിഭാഗവുമാണ് ഈ ഹൂതികൾ. നേരത്തെ നമ്മളറിയാം, ഹിസ്ബുള്ളയ്ക്കെതിരെ പേജർ ആക്രമണമൊക്കെ ഇസ്രായേൽ നടത്തിയിരുന്നു. ഹിസ്ബുള്ളയുടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ മിസൈലുകൾ ഉപയോഗിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചും ഇസ്രായേൽ തന്ത്രപരമായിട്ട് ഹിസ്ബുള്ളയുടെ പല നേതാക്കളെയും വകവരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹമാസിൻ്റെ കാര്യവും നമുക്കറിയാം. ഡ്രോണുകളും മിസൈലുകളും ബങ്കറുകൾ ഭേദിച്ച് ചെല്ലുന്ന മിസൈലുകളും അതുപോലെ ഈ B-2 ബോംബർ വിമാനങ്ങൾ പോലെയുള്ള വിമാനങ്ങൾ ഉപയോഗിച്ച് ബങ്കറുകൾ തകർത്തുമാണ്, ഗാസയിലെ ബങ്കറുകൾ തകർത്തുമാണ് നിരവധി ഹമാസ് നേതാക്കളെ ഇസ്രായേൽ വധിച്ചത്. പക്ഷെ അപ്പോഴും ഈ ഹൂതികൾക്ക് നേരെ കനത്ത ഒരാക്രമണം ഉണ്ടായിട്ടില്ല. ഈ ഹൂതികളെയും പലപ്പോഴും ആക്രമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അവരുടെ പല നേതാക്കളെയും പിന്നെ ഈ പറഞ്ഞതുപോലെ വധിച്ചിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. പത്രവാർത്തകൾ ശരിയാകുന്നെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കുമല്ലോ അമേരിക്കയ്ക്ക് ഉണ്ടാവുക. കാരണം ഈ ആയുധ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതിലേക്ക് ഞാൻ വരാം. കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതെ. അപ്പോൾ തലമുറയിൽപ്പെട്ട സീരീസിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലതല്ലേ? അതെ. അത്രയ്ക്ക് വിവിധ രാജ്യങ്ങൾ. ശ്രീത്ത് പറഞ്ഞത് ശരിയാണ്. പാകിസ്ഥാന് കൊടുത്ത തലമുറയിൽപ്പെട്ട വിമാനത്തെ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ വ്യോമ പ്രതിരോധം ഉപയോഗിച്ച് അതിനെ തടഞ്ഞു. അവിടെ F-35 ഇനത്തിൽപ്പെട്ടത്, അതായത് 5ാം തലമുറ അല്ലെങ്കിൽ കൂടി പിന്നെ അതിന് തൊട്ട് താഴെയുള്ള തലമുറയിൽപ്പെട്ട വിമാനമാണ്. അത് നമുക്ക് തകർക്കാനായി. അത് തന്നെ അമേരിക്കയ്ക്ക് ഒരു കനത്ത തിരിച്ചടിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ B-2 സ്റ്റെൽത്ത് ബോംബറുകളും ഇതുപോലെ ഇറാൻ്റെ പ്രതിരോധ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ അതിനെ ആക്രമിച്ച് തകർത്തിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ഈ B-2 ബോംബർ വിമാനങ്ങൾക്കുള്ള മാർക്കറ്റ് ഇടിയും. ഇപ്പോൾ ഇതിന് വലിയ മാർക്കറ്റുണ്ട്. ഇത് പല രാജ്യങ്ങളും, ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും ഇതിനു വേണ്ടിയിട്ട് അമേരിക്കയോട് വിലപേശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് വലിയ ഡിമാൻഡാണ് അമേരിക്ക. അതായത് ഈ ഇനത്തിൽപ്പെട്ട വിമാനം മറ്റൊരു രാജ്യത്തിനുമില്ല, റഷ്യയ്ക്കോ ചൈനയ്ക്കോ ഒന്നും അവകാശപ്പെടാനില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു വിപണി മൂല്യം ഇതിൻ്റെത് വളരെ കൂടുതലാണ്. അപ്പോൾ അവർ പറയുന്ന തുകയ്ക്ക്, കാരണം ഈ ഒരു വിമാനം കയ്യിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇത് റഡാറിൻ്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റുന്ന വിമാനമാണ്. ഇതിൻ്റെ ബോംബറുകൾക്ക് കൃത്യമായിട്ട് ഈ ബങ്കറുകളെ ബോംബ് ചെയ്ത് നശിപ്പിക്കാൻ പറ്റും. ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രങ്ങളെ ബോംബ് ചെയ്ത് നശിപ്പിക്കാൻ പറ്റും. ഇത്തരം കഴിവുകളുള്ള ഒരു വിമാനമാണ്. ഞാനതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്ക് നമുക്കിപ്പോൾ അധികം പോകാൻ സാധിക്കില്ല. മാത്രമല്ല അത്രയും വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ലഭ്യവുമല്ല. അപ്പോൾ അങ്ങനെയുള്ള വലിയ വിപണി മൂല്യമുള്ള ഒരു ഇനം വിമാനമാണിത്. അതിന് ഈ നിസ്സാരമായിട്ട് ഇറാൻ അതിൻ്റെ പ്രതിരോധം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇറാൻ അടിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണെങ്കിൽ കൂടി ഈ വിമാനത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഗർവുണ്ടല്ലോ, അതിനേറ്റ ഒരു പ്രഹരമാണ് ഈ സംഭവം. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അത് വലിയ നാണക്കേടാണ്. അവരുടെ ഈ ഏറ്റവും വലിയ എന്താ പറയുക, പോർ വിമാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വിമാനത്തിനെ നിസ്സാരം ഇറാൻ ബാലിസ്റ്റിക് മിസൈലെ വ്യോമ പ്രതിരോധം ഉപയോഗിച്ച് തകർത്തു എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഭയങ്കര നാണക്കേടാണ്. അവരുടെ ഈ വിമാനം വാങ്ങാൻ വരുന്ന മറ്റ് രാജ്യങ്ങൾ ഇനി അത് വേണ്ടെന്ന് വയ്ക്കും എന്നുള്ള ഒരു പ്രശ്നവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ വിഷയത്തിൽ യാഥാർത്ഥ്യം എന്താണെന്ന് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. നമുക്ക് കുറച്ച് നാൾ കൂടി കാത്തിരിക്കാം. ഈ പറഞ്ഞതുപോലെ യമനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണോ എന്നുള്ളതും നമുക്കറിയില്ല. അങ്ങനെയും സംഭവിക്കാം. എന്തായാലും സത്യം വൈകാതെ വെളിയിൽ വരും. കാരണം ഒരുപാട് നാളൊന്നും ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ തലമുറയിൽപ്പെട്ട വിമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നമ്മൾ അടിച്ചിട്ടു എന്നുള്ളത് നമുക്കും മറ്റുള്ളവർക്കും ബോധ്യമാണ്. അത് ട്രോളായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്തൊന്ന് കിടക്കുന്നതിന് പിന്നാലെ. അതും ഈ പറഞ്ഞതുപോലെ UK ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വിമാനമാണ്, പോർ വിമാനമാണ്. തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ കൊണ്ടുവന്ന് അന്നീ പറഞ്ഞതുപോലെ അതിൻ്റെ സാങ്കേതിക തകരാർ മൂലം ഇവിടേക്ക് ഇറക്കേണ്ടി വന്നു എന്നാണ് ഔദ്യോഗിക ഭാഷ്യമെങ്കിലും എന്തൊക്കെയോ രഹസ്യങ്ങൾ അതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ അതൊക്കെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.